എല്ലാ കൂട്ടുകാർക്കും ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ റെസിപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്നാൽ കാണുന്നതിന് ഭംഗിയേറെയാണ്, അതിനേക്കാൾ അപ്പുറത്താണ് ഇതിൻ്റെ രുചി, അതിലും അപ്പുറമാണ് ഇതിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു റെസിപ്പിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ നമുക്ക് ഈ തകർപ്പൻ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്ക് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് എടുക്കാം. അതിട്ട് കൊടുത്ത ശേഷം 1/2 കപ്പ് അളവിൽ മൈദ മാവ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവ്, പൂരി മാവൊക്കെ കുഴക്കില്ലേ, അതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായി കൈ വെച്ചിട്ട് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ബോൾ പോലെ ആക്കി മാറ്റി വയ്ക്കുക. അതിലേക്ക് ഒരല്പം ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. 3 മുട്ട പുഴുങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി മതിയാകും ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരല്പം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. തീ ഓഫ് ചെയ്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് തീ വയ്ക്കാം ഏറ്റവും ലോയിലേക്ക്. മസാലപ്പൊടികളൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 ഭാഗം തക്കാളി ഇതുപോലെ മുറിച്ചിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സോഫ്റ്റ് ഒന്നും ആക്കി എടുക്കണമെന്നില്ല ഇപ്പോൾ. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക, സാധാരണ വെള്ളം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. തീ ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് വറ്റി ഓയിൽ തെളിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2-3 തുള്ളി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്ത ശേഷം തീ ഓഫ് ചെയ്യുക. മസാല റെഡിയായി കഴിഞ്ഞു. നമ്മൾ മുട്ടയും മസാലയും ഇപ്പോൾ മിക്സ് ചെയ്യില്ല. ഇത് ഏറ്റവും അവസാന സെറ്റിങ്ങിലാണ് ജോയിൻ്റ് ആക്കി എടുക്കുക. ഇനി ഒരു പലക എടുക്കുക, ചപ്പാത്തി പലക. അതിലേക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് വളരെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള അളവിലെടുക്കാം. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ പരത്തിയെടുക്കുന്ന ആ ഒരു ചപ്പാത്തി വളരെ നൈസായിരിക്കണം, കട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഏറ്റവും നൈസായിട്ട് എടുക്കാൻ ചെറിയ ഉരുള തന്നെ മതിയാവും. എന്നിട്ടൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കില്ലേ എന്ന പോലെ ഏകദേശം ഒരു പപ്പട വട്ടത്തിൽ ഇതുപോലെ ആക്കിയെടുക്കുക. അങ്ങനെ ഒരു 4, 5, 6 എണ്ണം ഇതുപോലെ സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ് എടുക്കുക, സ്റ്റീൽ ഗ്ലാസ്, ഏറ്റവും ചെറുതെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. അതായത് ഈ ബാക്ക് സൈഡും അതിൻ്റെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഈ ഒരു ഭാഗം, അത്രയും ഭാഗത്ത് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, ഇതെടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ ചുളുങ്ങിയൊക്കെ ഇരിക്കും, അത് നല്ലതാണ്. അതൊരു ഡിസൈൻ പോലെ വരും. അതങ്ങ് ചേർത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരുപാട് ലോങ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്, ഡീപ്പായിട്ടുള്ളൊരു കപ്പ് ഷേപ്പാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് ഇത്രയും വേണ്ട, കട്ട് ചെയ്ത് മാറ്റാം. ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇതങ്ങ് മുറിഞ്ഞ് മാറിക്കിട്ടും. എന്നിട്ട് ഈ ഒരു പോർഷൻ, നമുക്ക് വേണ്ടാത്ത പോർഷനാണ് ഈ കട്ട് ചെയ്ത് ഇവിടെ മാറി വരുന്നത്, അതെടുത്തിട്ട് ഇതുപോലെ അഴിച്ചങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കപ്പിന് ഹൈറ്റ് ആവശ്യത്തിന് ഉണ്ടാവുള്ളൂ, ഏകദേശം ലെവലായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് ഈ ഗ്ലാസ് കപ്പോടുകൂടി തന്നെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് പിടിച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് മുക്കി പിടിക്കുക. അപ്പോഴാണ് നമ്മൾ ആ ഒരു കപ്പ് ഇവിടെ റെഡിയായി വരിക. പൂരി കൊണ്ടിട്ടുള്ള ഒരു കപ്പ് ഇതേപോലെ
പെട്ടെന്നായി കിട്ടും. എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ ചരിച്ച് കൊടുക്കുക. ഇതാ കണ്ടോ, നമ്മൾ അച്ചപ്പമൊക്കെ ഉണ്ടാക്കില്ലേ എന്ന പോലെ ഇങ്ങനെ വിട്ടുപോരും ഇതിങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റും. അങ്ങനെ ഓരോ കപ്പുകളും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയാണ്, പിന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമ്മളുടെ കപ്പ് ദാ റെഡിയായി. ഈ ഒരു കളർ ആകുമ്പോഴേക്കും റിമൂവ് ചെയ്യുക ഓയിലിൽ നിന്ന്. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് നമുക്കത് മാറ്റി വയ്ക്കണം. ഇങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് എല്ലാ കപ്പുകളും തയ്യാറാക്കിയെടുക്കാം. 3-4 കപ്പുകൾ ഒരുമിച്ച് ചെയ്യാവുന്നതാണ് വലിയ പാത്രമാണെങ്കിൽ. ഇനിയൊരു സെർവിങ് പ്ലേറ്റ് എടുത്ത് വെച്ച ശേഷം ഓരോ കപ്പുകളായിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഭംഗിയാക്കി സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ ആ ഗ്രേവി ഉണ്ടല്ലോ, മസാല, എഗ് റോസ്റ്റ് മസാല, അതിൻ്റെ ഗ്രേവിയാണ് ഞാൻ എല്ലാത്തിലേക്കും ഒരു ചെറിയ സ്പൂണിൻ്റെ അരഭാഗം എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു ബേസായിട്ട്. എന്നിട്ട് മുട്ട ദാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഓരോ കപ്പിലും. ഇങ്ങനെ സെറ്റായി കഴിഞ്ഞ ശേഷം ഒരല്പം മസാല കൂടി അതിൻ്റെ മേലേക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ ടൊമാറ്റോയുടെ ഓരോ പീസൊക്കെ വെച്ചിട്ടൊന്ന് ഭംഗിയും കൂടി ആക്കി കഴിഞ്ഞാൽ ഇതാ കണ്ടോ, അടിപൊളി ഭംഗിയും അതിനേക്കാൾ ഏറെ രുചിയുമായിട്ടുള്ള ഒരു വിഭവമാണ് ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ മസാല ഇങ്ങനെ കോരിങ്ങനെ ഇട്ടില്ലേ, ആ സമയത്ത് വരുന്ന സ്മെല്ലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഏതൊരു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു സ്മെല്ലാട്ടോ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന്. കാര്യം അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് ഞാൻ തയ്യാറാക്കി കാണിച്ചത്. അതിൻ്റെ ടിപ്സുകളൊക്കെ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്യാൻ നല്ല രുചിയുള്ളൊരു മസാലയാണ് അത്. ഈ കപ്പിൽ ഇങ്ങനെ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് ഒരുമിച്ച് കടിച്ച് അങ്ങ് ചവച്ച് തിന്നാലുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല രുചിയുമാണ്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്ന ഔട്ടർ. പിന്നെയും എഗ്ഗും ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റും സ്മെല്ലും കാണാനുള്ള ഭംഗിയും എല്ലാം കൂടി ഒരു പൊളി ഐറ്റാട്ടോ ഇത്. ആരും മിസ് ചെയ്യരുത്, എല്ലാവരും ട്രൈ ചെയ്തോളൂ. വളരെ ഈസിയാണ്, ഈ കാണുന്ന പോലെ ഒന്നുമില്ല. ചെയ്യുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല ഈസിയാണ്. പിന്നെ നമ്മൾക്ക് കഴിക്കുമ്പോഴാണെങ്കിലോ അതിനേക്കാൾ അപ്പുറം സന്തോഷമായിരിക്കും. കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്, ടേസ്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.